എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്റ്റൂ തന്നെയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. പനീർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ആദ്യം തന്നെ ഞാൻ അടുപ്പത്തേക്കൊരു പാൻ വെച്ചു. ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിരിക്കുന്നത്. നെയ്യ് വേണമെന്നില്ല, എണ്ണ ഏതെങ്കിലും ചേർത്താലും മതി. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പനീർ ക്യൂബ്സ് കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള പനീർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെ ക്യൂബായിട്ട് കടയിൽ മേടിക്കാൻ കിട്ടും, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ പനീർ തയ്യാറാക്കി എടുക്കാം. എന്നിട്ട് ഈ പാനിലിട്ട് രണ്ട് വശവും അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഇട്ടങ്ങ് കരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അത് മാറ്റി വെച്ച ശേഷം അടുപ്പത്തേക്ക് ഞാനൊരു മൺചട്ടി വെച്ചു. മൺചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3-4 ഏലക്ക, 2-3 വറ്റൽമുളക്, ചെറിയൊരു കഷ്ണം കറുവപ്പട്ട, 1/2 ടീസ്പൂൺ പെരുംജീരകം, 3-4 ഗ്രാമ്പൂ, തക്കോലം ഉണ്ടെങ്കിൽ ഒരു തക്കോലം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഞാൻ കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയൊക്കെ കളർ മാറി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ഒരു ചെറിയ സവാള മാത്രം മതി. ഇനി എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും പകുതി ക്യാരറ്റ് അരിഞ്ഞതും കൂടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. 2 തേങ്ങാപ്പാൽ, അതായത് തീരെ കട്ടിയില്ലാത്ത തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. നല്ലതായി യോജിപ്പിച്ച ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പം 2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്ത ശേഷം മാത്രമേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാവൂ. 2 പൊടികൾ മാത്രമേ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും. എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടിയുടെ അളവ് നമുക്ക് കൂട്ടാവുന്നതാണ്. ഇത്രയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ ശേഷം 15 കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച്, ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച് അരച്ചെടുത്തതാണ് ഞാൻ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല മയത്തിൽ തന്നെ അരച്ചെടുത്ത് വേണം ചേർത്ത് കൊടുക്കാനേ. ഈ സമയത്ത് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പനീറാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും അതിനോടൊപ്പം തന്നെ ഗ്രീൻ പീസാണേ. ഫ്രഷായിട്ടുള്ള ഗ്രീൻ പീസോ അല്ലെങ്കിൽ ഫ്രോസൺ ടൈപ്പോ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് അല്ല ഇതിനകത്ത് ചേർക്കുന്നത്. ഫ്രഷായിട്ടുള്ള ഗ്രീൻ പീസ് അല്ലെങ്കിൽ ഫ്രോസൺ ടൈപ്പ് ഗ്രീൻ പീസ് ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടെ ഇതിനെ അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പം നന്നായിട്ട് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ തീ ഓഫ് ചെയ്തു. തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് മാറ്റാവുന്നതാണ്. ഇതിലേക്ക് ഒരു കാര്യം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ച് നെയ്യ് ഒഴിച്ച് അതിനകത്ത് വറുത്തെടുത്ത കാഷ്യൂനട്ടാണ് ഞാൻ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പനീർ സ്റ്റൂ തയ്യാറായിട്ടുള്ള നല്ല ഒന്നാന്തരം ഒരു റെസിപ്പി തന്നെ കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.